നിങ്ങൾ പരാതി ലഭിച്ച് മണിക്കൂറുകൾക്കകം അത് കേരള പോലീസിന് കൈമാറിയെങ്കിൽ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് മുന്നേ ലഭിച്ച പരാതി കേരള പോലീസിന് കൈമാറിയില്ല? കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ പരസ്യമായി വന്നു നിന്നുകൊണ്ട് പറഞ്ഞു, ഞങ്ങൾക്ക് പരാതി ലഭിച്ചിരുന്നു, ആ ലഭിച്ച പരാതി ഗൗരവകരമാണെന്ന് ബോധ്യപ്പെട്ടതുകൊണ്ട് ഒരു പിതൃസ്ഥാനത്ത് നിന്ന് അത് പരിഹരിക്കുന്നതിന് വേണ്ട കാര്യങ്ങൾ ചെയ്തു എന്ന് പറഞ്ഞു. അന്നെന്താ കേരള പോലീസിന് വിശ്വാസമുണ്ടായിരുന്നില്ലേ? അന്നെന്താ നിങ്ങൾക്ക് ഈ പരാതി കേരള പോലീസിന് കൊടുത്തില്ല? അന്ന് ഈ കോർപ്പറേറ്റ് കമ്പനികളെക്കാൾ വേഗത്തിൽ കോൺഗ്രസ് എന്തുകൊണ്ട് നടപടിയെടുത്തില്ല, പോലീസിന് കൈമാറിയില്ല? അപ്പോൾ ഇത്തരത്തിൽ ജനങ്ങളെ പറഞ്ഞ് പറ്റിക്കുന്ന സമീപനമാണ് കോൺഗ്രസ് പാർട്ടി ഈ വിഷയത്തിൽ സ്വീകരിച്ചിട്ടുള്ളത്. ഇന്ന് നിങ്ങൾ പരാതി പോലീസിന് കൊടുത്തുവെങ്കിൽ എന്തുകൊണ്ട് 3 മാസങ്ങൾക്ക് മുൻപ് പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള ആളുകൾക്ക് പരാതി ലഭിച്ചു എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ ആ പരാതി എന്തുകൊണ്ടാണ് പോലീസിന് കൈമാറിയില്ല എന്ന ചോദ്യത്തിന് കോൺഗ്രസിന്റെ പ്രതിനിധി മറുപടി പറയാൻ തയ്യാറാവണമെന്നാണ് എനിക്ക് ആദ്യമേ പറയാനുള്ളത്. പിന്നെ 2, ഇവിടെ കോൺഗ്രസ് എടുത്തിട്ടുള്ളത് ഒരു ഇരട്ട നീതിയാണ് എടുത്തിട്ടുള്ളത്. ഞാനൊന്ന് പൂർത്തിയാക്കിക്കോട്ടെ. ഇവിടെ കോൺഗ്രസ് ഈ വിഷയത്തിൽ എടുത്തിട്ടുള്ളത് ഇരട്ട നീതിയാണ് എടുത്തിട്ടുള്ളത്. ഒരു വശത്ത് ഞാൻ എഴുതി തയ്യാറാക്കിയ പരാതി കൊടുത്തത് ഹാഷ്മിക്ക് അറിയോ? ഇല്ല, എനിക്കറിയില്ല. പച്ചക്കള്ളം വിളിച്ചു ഈ പച്ചക്കള്ളം വിളിച്ചു പറയുമ്പോ ഹാഷ്മി പറയണ്ടേ അങ്ങനത്തെ ഒരു പരാതി ഇല്ലായിരുന്നു പറയണ്ടേ? ഞാനല്ല കള്ളം പറഞ്ഞത്, ഞങ്ങൾക്ക് പരാതി ലഭിച്ചു എന്ന് പറഞ്ഞത്. അല്ല പ്രശാന്ത്, ഇത് പോലീസിന് കൈമാറാൻ ഇല്ല, അങ്ങനെ രേഖാപരമായ പരാതികളായിരുന്നു പറഞ്ഞിട്ടില്ല. ഇത്തരത്തിലൊന്നും പറയണ്ട. കാരണം ഇവിടെ മാന്യമായിട്ട് തന്നെ പറഞ്ഞത് ഉൾപ്പെടെയുള്ള ആളുകളുണ്ട്. 24 ഉൾപ്പെടെയായ ചാനലുകൾ കൃത്യമായി രാഹുൽ വിഷയം താങ്കളുടെ അവസരത്തിൽ പറഞ്ഞോളൂ. പ്രശാന്ത് പറഞ്ഞു പൂർത്തിയാക്കട്ടെ. ഉത്തരം കിട്ടാതിരിക്കുന്ന സമയത്ത് പ്രശാന്ത് അക്കാര്യത്തിൽ കൃത്യമാണ്. അക്കാര്യത്തിൽ രേഖാപരമായ പരാതി കിട്ടിയാലും പ്രതിപക്ഷത പറഞ്ഞിട്ടില്ല. ഇതുവരെ രേഖാപരമായ ഏതെങ്കിലും പരാതി പറഞ്ഞിട്ടില്ല. താങ്കൾ നേരത്തെ പറഞ്ഞ ഒരു പരാതിയിലും രേഖാപരമായ പരാതിയുടെ കാര്യം അത് പാർട്ടിക്കാർ പുറത്തു വരേണ്ടതാണ്. പത്രക്കാർക്ക് മുൻപിൽ ഞാൻ രേഖാപരമായ പരാതി എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അവിടെ ചർച്ചയിൽ ഞാൻ പറഞ്ഞ വാക്കുകൾ എടുത്ത് നോക്കിക്കോളൂ. പ്രതിപക്ഷ നേതാവ് പത്രക്കാരോട് എന്താ പറഞ്ഞത്? ഞങ്ങൾക്ക് പരാതി ലഭിച്ചിരുന്നു എന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞിട്ടുണ്ട്. ആ പരാതി ബോധ്യപ്പെട്ടു. എന്റെ ചോദ്യം അത് രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് നിന്ന് രക്ഷപ്പെട്ടത് ഒരു ചുവന്ന പോളോ കാറിലാണ് എന്ന് താങ്കൾ സ്ഥിരീകരിക്കും. താങ്കൾക്ക് അറിവുള്ളതാണോ, നേരിട്ട് അറിവുള്ളതാണോ, അതോ രാഷ്ട്രീയമാണോ അത്? അല്ല, ഇവിടെ കേരള പോലീസ് അന്വേഷിക്കുന്നുണ്ടല്ലോ. ചോദിച്ചാണ് ആ കാർ എവിടെയാണ് ഉള്ളത് എന്നുള്ളത് കണ്ടെത്തട്ടെ. അല്ല, ആ കാറ് പാലക്കാട് കോൺഗ്രസ് നേതാവിന്റെ വീട്ടിലായിരുന്നു എന്നും അത് ചുവന്ന പോളോ കാറാണോ? താങ്കൾ നേർക്കുനറിവുള്ള താങ്കൾ പാലക്കാട്ടുകാരനാണല്ലോ, അപ്പൊ നേരിട്ടുള്ള ബോധ്യമാണ്. കോൺഗ്രസ് നേതാവിന്റെ വീട്ടിലൊരു കാറുണ്ടെന്ന് പറഞ്ഞതും, ഒരു വീട്ടെ പാലക്കാട്ടെ കോൺഗ്രസ് നേതാവിന്റെ വീട്ടിൽ നിന്ന് ആ കാറ് കണ്ടു എന്ന് പറഞ്ഞതും, ഇന്ന് കാലത്ത് വേറൊരു കോൺഗ്രസിന്റെ നേതാവ് എന്ന് പറയുന്നു എനിക്കും ആ കാറുമായിട്ട് യാതൊരുവിധ ബന്ധവുമില്ലെന്ന്. ഇവിടെ അദ്ദേഹത്തിന്റെ പേര് പറയാതെ തന്നെ അദ്ദേഹം പത്രക്കാരോട് ഇത്തരത്തിൽ ബേജാറാവേണ്ട കാര്യമുണ്ടായിരുന്നില്ല. അല്ല, പ്രശാന്ത് ഉറച്ചു നിൽക്കുന്നുണ്ടോ? പ്രശാന്ത് ഉറച്ചു നിൽക്കുന്നുണ്ടോ? ആ ചുവന്ന കാർ രാഹുലിന് ഞാൻ ഉറച്ചു നിൽക്കുന്നുണ്ട്. രാഹുൽ സംരക്ഷണം ഒരുക്കാൻ ഒരു കോൺഗ്രസ് നേതാവ് വീട്ടിൽ ഒളിപ്പിച്ചു. ചുവന്ന പോളോ കാർ, ഏതോ നടിയുടെ പോളോ കാർ ആണോ? രാഹുലിന് സംരക്ഷണം ഒരുക്കുന്നതിന് വേണ്ടി ചുവന്ന കാറിൽ കോൺഗ്രസ് നേതാക്കന്മാരെ കൊണ്ടുപോയിട്ടുണ്ടോ എന്ന് ഇവിടുത്തെ ഞങ്ങൾക്ക് സംശയമുണ്ട്. ആ വാദത്തിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നു. ഇവിടെ നിരവധി ഒരു മിനിറ്റ് ഞാനൊന്ന് പൂർത്തിയാക്കട്ടെ. ഇവിടെ നേരത്തെ സൂചിപ്പിച്ചു കോൺഗ്രസ് പാർട്ടി ഇത്തരത്തിലുള്ള സമീപനമെല്ലാം എടുത്തിട്ടുണ്ടെന്ന്. അദ്ദേഹത്തെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയെന്ന് പറയുന്ന അതേ സമയത്ത് തന്നെ പാലക്കാട്ടെ നിരവധിയായ കോൺഗ്രസിന്റെ നേതാക്കന്മാർ അദ്ദേഹത്തോടൊപ്പം എത്രയെത്ര പരിപാടികളാണ് പങ്കെടുത്തത്. പക്ഷേ നിങ്ങൾ തടയൊന്നും ഒന്നും കണ്ടില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ തടയൊന്നൊക്കെ വലിയ പ്രഖ്യാപനം നടത്തി. ഒരു തടയലും ഉണ്ടായില്ല അവിടെ. അതേ വളരെ തടയുമെന്ന് പ്രഖ്യാപിച്ചിട്ടില്ല ഹാഷ്മി. അങ്ങനെ പറയരുത് ഹാഷ്മിയുടെ പ്രഖ്യാപിച്ചിട്ടില്ലേ?
പ്രതിഷേധിക്കുമെന്നാണ് പറഞ്ഞത്. അദ്ദേഹം വളരെ സ്വൈര്യവിഹാരം നടത്തി. പ്രതിഷേധിക്കുമെന്നാണ് പറഞ്ഞത്. നിങ്ങൾ അവിടെ എന്താ പക്ഷേ നിങ്ങൾ അവിടെ അദ്ദേഹത്തിന്റെ ഓഫീസിൽ പോയി അവിടെ പോയി നിന്ന് എന്തൊക്കെ കാണിച്ചു? ഒന്നും ഉണ്ടായില്ല. ഒരു സമയം കഴിഞ്ഞ് ഒന്നും ഉണ്ടായില്ല. ഇല്ല പ്രതിഷേധിക്കും. ഇവിടെ പ്രതിഷേധിക്കുമെന്ന് പറഞ്ഞിരുന്നു. ഇവിടെ രാഹുലിനെതിരെ ഇന്നീ ദിവസം വരെ ഏറ്റവും അധികം പ്രതിഷേധങ്ങൾ നടത്തിയിട്ടുള്ള പാർട്ടി ബിജെപിയാണ്. നിങ്ങളുടെ കോർപ്പറേഷനിലെ നിങ്ങളുടെ പ്രധാനപ്പെട്ട അധ്യക്ഷ രാഹുലിന്റെ കൂടെ പോയി പരിപാടിക്ക്. നിങ്ങളുടെ മാധ്യമത്തിൽ ഉൾപ്പെടെ രാഹുലിന്റെ കൂടെ പരിപാടിക്ക് റോഡിൽ കൂടെ നടന്നുപോയി. നിങ്ങളുടെ കോർപ്പറേഷൻ സംബന്ധിച്ച് പാർട്ടി വ്യക്തമായ നിലപാട് പറഞ്ഞിട്ടുണ്ടല്ലോ. ശരി, ഓക്കെ. പാർട്ടി വ്യക്തമായ നിലപാട് പറഞ്ഞു. അവര് രാഹുലിനോടൊപ്പം പരിപാടിയിൽ പങ്കെടുക്കരുതായിരുന്നു എന്ന് വ്യക്തമായി ഞാൻ ഉൾപ്പെടെ പറഞ്ഞതാണത്. കൃത്യമായി പറഞ്ഞു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.